നമസ്കാരം. വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. സ്വർണത്തിന്റെ വില 2 ദിവസം കൊണ്ട് ഏറിയിരിക്കുന്നു. 2 ദിവസം കൊണ്ട് ഒരു പൗണ്ടിന് രൂപ 4,500 അടുത്താണ് കേറിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ നന്ദി പറയണം. എങ്ങനെയും 1000 ഷെക്കിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. അതിനെ കൂടെ ചേർത്ത് 13,750 രൂപയ്ക്കാണ് സ്വർണം ചെന്നിരിക്കുന്നു. 270 രൂപ കൂടിയിരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 17,000 രൂപയ്ക്കാണ് ഇരിക്കുന്നു. സിൽവറിന്റെ വില ഏറിയിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,27,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ വിൽക്കാൻ പോവുകയാണെങ്കിൽ 2,20,000 തന്നെ നിങ്ങൾക്ക് കിട്ടും. സ്വർണം ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നാൽ ഈ ടോപ്പ് എൻഡിനെ ബ്രീച്ച് ചെയ്ത് 4,665 ചെന്നിരിക്കുന്നു. ബ്രണ്ട് 82 ഇരിക്കുന്നത്. റുപ്പി 95.12 ഇരിക്കുന്നു. നിഫ്റ്റി ഇന്ന് മേളിലും താഴെയും പോകുന്നു.+7 ഇരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി 211 പോയിന്റ്സിലിരിക്കുന്നു. ഫാർമ 0.3, ഓട്ടോ, മെറ്റൽ, FMCG എല്ലാം നെഗറ്റീവിലാണ് ഇരിക്കുന്നു. വെറും ബാങ്ക് നിഫ്റ്റീനെ മാത്രം വെച്ച് മാർക്കറ്റിനെ പിടിച്ചു വച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് വേറെ ഹാപ്പി ന്യൂസ് മാത്രമേ ഉള്ളൂ. തങ്കമയിൽ ഇന്നലെയും കയറിയിരിക്കുന്നു, ഇന്നും ഏറിയിരിക്കുന്നു. കർണാടക ബാങ്ക് 2.7% ഏറിയിരിക്കുന്നു. 600 മുകളിൽ ചെന്നിരിക്കുന്നു. 5 രൂപയ്ക്കും 70 രൂപയ്ക്കും കൺസിഡർ ചെയ്തവർക്ക് ഇത് ഭയങ്കര വർത്താണ്. ട്രേഡ് വളരെ ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ 1.7 ഇന്നത്തെ റിസൾട്ട് വന്ന് ഹീറോ മോട്ടോർ കോർപ്പ്, ട്രെൻഡ്, ബ്രിട്ടാനിയ ഇതൊക്കെ എന്ന് വരുന്നു. ഇന്ന് എന്താണ് ന്യൂസ് എന്നതിനെ നമുക്ക് നോക്കാം. ഇറാനും ഒമാനും കൈകോർത്തിരിക്കുന്നു. 4 മാസത്തിന് ഒരു തനി ഒരു വേ അവർ റെഡി ചെയ്തിരിക്കുന്നു. ആ വേക്ക് ഒരു ഡീൽ കൊടുക്കണം. ആ ഡീലിൻ്റെ പാതി ഇറാൻ എടുക്കും, അതിൻ്റെ പാതി ഒമാനും എടുക്കും. ഇത് കാരണം കച്ച എണ്ണയുടെ വില കയറും എന്നത് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നു. വെളിയായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് വളരെ നന്നായിട്ട് പോകും. ഗോൾഡ് വന്നിട്ട് ഹോമോസിൽ പ്രോബ്ലം ഷാർട്ടായി. വാഷ് വന്നിട്ട് റേറ്റ് കയറ്റൂല. അങ്ങനെ ഒരു ഖുഷിയിലാണ് ഏറി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമില്ലാതെ സെൻട്രൽ ബാങ്ക്സ് വേൾഡ് 51 ടൺ ഗോൾഡാണ് വാങ്ങിയിരിക്കുന്നത്. അതുപോലെ ജൂൺ മാസം മാത്രം പോലാൻഡ് 15 ടണ്ണ്, ചൈന 15 ടണ്ണ്, കൊറിയ അവരുടെ സ്ഥലത്തിൽ വാങ്ങിയ 1 ടണ്ണ്. ഇങ്ങനെ നോക്കി ടോട്ടലായിട്ട് 102 ടണ്ണ് ആദ്യത്തിന് 6 മാസത്തിന് അവർ വാങ്ങിയിരിക്കുന്നു. പാകിസ്ഥാൻ, റഷ്യ ആൻഡ് ടർക്കി ഇവരൊക്കെ വിറ്റായിരുന്നു, പക്ഷേ ഇവരൊക്കെ വാങ്ങിയായിരുന്നു. ഒറ്റായിട്ട് 102 ടണ്ണ് എക്സ്ട്രാ വാങ്ങിയിരിക്കുന്നു. അടുത്തത് LPG വിലയിനെ ഗവൺമെൻറ് ഏറ്റാൻ പോകുന്നു. അതായത് ഒരു 1,000 രൂപയ്ക്ക് വേലിയിട്ട് ടോട്ടലായിട്ട് ഡൊമസ്റ്റിക് സിലിണ്ടറിൻ്റെ വിലയിനെ ഏറ്റി ഫ്യൂവലിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. സ്ട്രാറ്റജിക് ഫ്യൂവൽ എക്സ്പ്ലോറേജ്, അതായത് A1 കമ്പനിക്ക് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടും ഇന്ത്യക്ക് ഒരു സ്ട്രാറ്റജിക് റിസർവ് വരാൻ വേണ്ടിയിട്ടും ഓപ്പറേറ്ററിൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങാതെ ഡൊമസ്റ്റിക് LPG സിലിണ്ടറിന് 18 രൂപ കയറ്റുന്നതായിട്ട് ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നു. RBI NRIസിൻ്റെ അടുത്തിരുന്ന് $40 മില്യൺ വാങ്ങിയിട്ടുള്ളത്. RBIക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കും അവർ. ഇത് ഒരേടിയായിട്ട് കാണാതെ ചെല്ലുവാണെങ്കിൽ ഇന്നത്തെ കാശ് എവിടെ നിന്ന് വരുമെന്ന് നമുക്കറിയത്തില്ല. RBI എന്ത് പറയുന്നു എന്നാൽ ടാറ്റ സൺസിനെ ഇൻഡസ്ട്രി ഫെയിംഡ് ആയിട്ട് വച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊന്നും കൺഫേം ഇല്ല. എയർ ഇന്ത്യ എന്ത് പറയുന്നു എന്നാൽ പബ്യൻ എയർവേസിനത് വായിൽ വരാതെ ഒരു പേരൊന്നും ഇരിക്കുന്നു. അവർ പബ്യൻ എയർവേസിൻ്റെ ഹെഡായിരുന്നു. അവരുടെ CEO ആൻഡ് MD ആയിട്ട് ആക്കാൻ ശ്രമിക്കുന്നു. അവർ ലോസിനെ മിറ്റിഗേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ ചെയ്യും, ഓപ്പറേഷൻ ലെറ്റിജൻസിയെ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നു. വേദാന്ത അലുമിനിയം 14,000 കോടിക്കാണ് കടൻ വാങ്ങിയിരിക്കുന്നത്. ഇത് വന്നിട്ട് റുപ്പി ലോണ്, ഇതുമല്ലാതെ പഴയ ലോണും ഇരിക്കുന്നു. ഇത് വന്നിട്ട് AA+, 8% റേറ്റിനാണ് കടൻ വാങ്ങിയിരിക്കുന്നത്. ഇത് കാരണം വേദ എന്തായ പ്രോബ്ലം സോൾവ് ആകൂല. ഡൽഹി ഹൈക്കോർട്ട് വന്നിട്ട് നാക്കോയ്ക്കും നോവോ നോർഡിസ്കിനും ഒരു പാറ്റന്റ് ഡിസ്പ്യൂട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നു. ഇത് എന്തെന്ന് വെച്ചാൽ ഒരു തെറപ്പി ഡ്രഗ് വന്നിട്ട് നോവോ നോർഡിസ്ക് വന്നിട്ട് പാറ്റന്റ് വാങ്ങി വച്ചിരിക്കുന്നു. ഇതിനെതിരായിട്ട് നാക്കോ ചാലഞ്ച് ചെയ്തിരിക്കുന്നു. പേര് വന്നിട്ട് ട്രൈബോക്കിബ് എന്നാണ്. ഇത് വന്നിട്ട് ഒരു ക്യാൻസർ ഡ്രഗാണ്. ഇതിപ്പോൾ ഡിസിഷന് ചെന്നിരിക്കുന്നു. നോർമലായിട്ട് ഇത് ക്ലിയർ കേസ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ കേസിന് ഓട്ടോമാറ്റിക് കമ്പൽസറി ലൈസൻസിങ്ങിൽ കൊണ്ടുവരും. അത് കമ്പൽസറി ലൈസൻസ് ആകുമെന്ന് പറയും. അടുത്ത ഹിയറിംഗ് വന്നിട്ട് സെപ്റ്റംബർ 16 ഇട്ടിരിക്കുന്നു. അടുത്തത് HDFC ബാങ്ക് വന്ന് FCNR ഡെപ്പോസിറ്റ് ഇന്നും ഗ്രോത്ത് ഇരിക്കും എന്നവർ എതിർനോക്കുന്നു. മെറ്റായിൽ എന്ത് നടക്കാൻ പോകുന്നു എന്നാൽ ഔട്ട്സോഴ്സിങ് കുറച്ച് AI ഉപയോഗിച്ച് ഈ റീസൺ കാരണം ഇപ്പോഴുള്ള സ്റ്റോക്സ് വന്നിട്ട് ടെമ്പററി ആയിട്ട് അടിപെടും. അതിലേക്ക് വന്നിട്ട് 20,000 കോടി റവന്യൂവിനെ 2030 റീച്ച് ചെയ്യും.
എങ്ങനെയെന്ന് വെച്ചാൽ ഇരിക്കുന്ന എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് പ്രീമിയമൈസേഷൻ മൂലം 20,000 കോടി ടേൺ ഓവർ ഉള്ള കമ്പനി ആയിട്ട് കാണിക്കും. അങ്ങനെയെന്ന് വെച്ചാൽ $2 ബില്യൺ കമ്പനി. ഇപ്പോൾ ഈ കുക്കിംഗ് ഓയിലൊക്കെ സഫോള, വൂഡ്സ് ഇതുപോലെ വരുന്ന കാരണം ITCക്ക് ഇവർ പോട്ടിയായിട്ട് വരുമോ എന്ന് ചോദിക്കുന്നു. അതിന് ചാൻസേ ഇല്ല. ഫുഡേ മാത്രം അവർക്ക് 20,000 കോടിക്ക് മുകളിലാണ് ഇരിക്കുന്നത്. മാരുതി സുസുക്കി വന്നിട്ട് സ്ട്രോങ് ഡിമാൻഡാണ് നോക്കുന്നു. ഈവൻ ദോ വെസ്റ്റ് ഏഷ്യ കാരണം ഇവരെ കോസ്റ്റ് കൂടിയാലും മാർക്കറ്റ് ഡിമാൻഡ് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. ഇവർ പറയുന്നു ഇവരുടെ അടുത്ത് 1.3 ലാക്ക് കാറിന് ഓർഡർ ഇരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കാരണം ഇവർ വന്നിട്ട് 2.9 മില്യൺ യൂണിറ്റ്സ്, അതായത് ഒരു വർഷത്തിന് 29 ലക്ഷത്തിന് കാർ ചെയ്യുന്നത് പോലെയാണ് പറയുന്നത്. അത്രയും ദൂരം അവരെ കപ്പാസിറ്റിന്ന് അവർ കയറ്റാൻ പോണതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ട്രംപിനും കെവിൻ വാഷിനും റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് റെഗുലറായിട്ട് കെവിൻ വാഷിനടുത്ത് സംസാരിക്കുന്നു. ഇത് കാരണം കെവിൻ വാഷിൻ്റെ ഇൻഡിപെൻഡൻസ് അഫക്റ്റ് ആകുമോ എന്ന ഒരു ചോദ്യം എല്ലാവരുടെ ഇടയ്ക്കുമുണ്ട്. ഇന്നലെ ആൽഫബറ്റ് ഷെയർസ് 4% താഴെ ഇറങ്ങിയായിരുന്നു. എന്തെന്ന് വെച്ചാൽ ലീഡർഷിപ്പിനെ റീഷഫിൾ ചെയ്തിരിക്കുന്നു. ASX IPO മുമ്പേ തന്നെ ഇവർ ഷെയർ ഹോൾഡർ പല ഡീലിനെ അവർ ക്യാൻസൽ ചെയ്തായിരുന്നു. ഇപ്പോൾ കമ്പൽസറി ആയിട്ട് കൺവേർഷൻ ചെയ്യുന്നു. അതിനും പല ആൾക്കാർ കേസ് ഇടാൻ പോകുന്നു. ഇത് പല പ്രോബ്ലത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു. IPOയ്ക്ക് മുമ്പേ ലിസ്റ്റ് ചെയ്യുന്ന മുമ്പേ കമ്പനി വാങ്ങുന്ന കൾച്ചറിൽ അമേരിക്ക ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ എന്താവെന്ന് വെച്ചാൽ പ്രൈവറ്റ് മാർക്കറ്റിൽ ഹൈ റേറ്റിൽ ട്രേഡ് ആയത് IPOയിൽ ചില സമയം ലാസ്റ്റിലാണ് ട്രേഡ് ആവുന്നു. NSE IPOയിലും പല ആൾക്കാർക്ക് ലാസ് വരാൻ പോകുന്നു. വിസ എന്ന ഒരു കാർഡ് കമ്പനി AI കാരണം 2,600 പേരിന് ജോലി വിട്ടയക്കുന്നു. അവർ ചെയ്യുന്ന പ്രോസസ്സിംഗ് ഒക്കെ AI തന്നെ ചെയ്യുമെന്നാണ് പറയുന്നു. US സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ റെക്കോർഡ് ഹൈ ആയിരുന്നാലും കമ്പനി മാർക്കറ്റിനെ വലിയ ലെവലിൽ തൂക്കുന്നു. കമ്പനി വന്നിട്ട് വോയിസ് മൂലമായിട്ട് ഫിഷിംഗ് ചെയ്ത് ഇതിൽ വലിയ വാൾ സ്ട്രീറ്റിന് HL ഫ്യൂസിന് ടാർഗറ്റ് ചെയ്ത് രാസ സമ്പാദിക്കാൻ നോക്കുന്നു. ഇതൊക്കെയാണ് മുഖ്യ വാർത്തകൾ. തങ്കം 4,400 ഒരു സവറിന് കയറിയിരിക്കുന്നു. കർണാടക ബാങ്ക് ആദ്യത്തെ പ്രാവശ്യം 300 ക്രോസായി പോകുന്നു. ഗോൾഡ് കയറുന്നത് കുറിച്ച് എന്നോട് ചോദിച്ചാൽ അത് കുറവാണ്. ഇൻഫ്ലേഷൻ വരും അമേരിക്കയിൽ. ഡെഫിനറ്റായിട്ട് ഒരു $300 കുറയേണ്ട സാധ്യത അധികമുണ്ട് ഇവിടെ. അതേസമയം രൂപ എങ്ങനെ പോകുമെന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റൂല. സോ ആവശ്യപ്പെടുവാണെങ്കിൽ ഇപ്പോൾ സ്വർണ്ണം വാങ്ങിയാൽ മതി. എങ്കിൽ ഒരു 3 മാസം കാത്തിരിക്കുന്നത് ഏതൊരു പ്രശ്നവുമില്ല. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.